നമസ്കാരം ഫ്രണ്ട്സ്, സജു വിതരക്കാരനാണേ. അപ്പോൾ ഞാൻ ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. അങ്ങനെയാണ് ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയത്. മറ്റൊന്നുമല്ല, അതാണ്ട് ഇവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞൊരു കടയുമായിട്ട് ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. ഇവിടെ മെയിനായിട്ട് ചന്ദനത്തിരിയും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അപ്പൂപ്പൻ്റെ അത് ഉള്ളതും ഇത്രയും പ്രായത്തിലും അപ്പം ഈ ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. പോകാം വീഡിയോയിലേക്ക്. അവിടെ നിന്ന് കൊടയൊക്കെ ആയിട്ട് അവിടെ നിന്ന് വണ്ടി സൈഡാക്കി ഒരു അപ്പൂപ്പ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒന്ന് സൈഡാക്കി അതുകൊണ്ട് ഒരു അപ്പൂപ്പ അവിടെ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കത്തിക്കാനാണ്. നല്ല മണമുള്ള ഒരു 2-3 തിരി വേണം. മാറ്റണം തിരി കൊണ്ടുപോയി ഒരു നമുക്ക് 12 എത്ര രൂപ? 15 രൂപ. ഓൺ ചെയ്താൽ നല്ല മണമുള്ളത്. നല്ല മണം. കവർ മൊത്തം അല്ലാതെ കൊണ്ടുപോയി ഇപ്പോഴും അപ്പോൾ ഇത് നല്ല പൊന്നിട്ട് നോക്കിയപ്പോൾ അറിയാം. അപ്പോൾ ഇത് നല്ല മണമാണ്. നല്ല മണമാണ്. ഒരെണ്ണം പൊടി നോക്കാമല്ലേ? നമ്മളൊരു യാത്ര പോയിട്ട് ഇങ്ങോട്ട് വന്ന വണ്ടി ഇരിക്കണം. അപ്പോൾ സൈഡിൽ ഇരിക്കുന്നത് കണ്ടു. പൊട്ടില്ല, അത് പൊട്ടി. അപ്പോൾ എത്ര രൂപ വേണം? അപ്പോൾ 12 220 രൂപ. അത് കുഴപ്പമില്ല. 220 രൂപ. അപ്പോൾ എന്തായാലും അപ്പോൾ തന്നെ നമുക്ക് ഈ തിരി മൊത്തത്തിൽ നമുക്ക് വാങ്ങിക്കാം. കാരണം ഈ പാലോട്ടുന്നവരെ മേടിക്കാം. പാലോട്ടുന്നൊക്കെ വില കൂടുതലാണ്. ഇത് 20 രൂപ. ഇത്രയും തിരി നമ്മൾ എടുത്തു. അപ്പൂപ്പ ഇവിടെ എത്ര വർഷം കൊണ്ടിരിക്കുന്നു? ഇവിടെ അപ്പൂപ്പ എത്ര വർഷം കൊണ്ട് ഇവിടെ കച്ചവടത്തിന് ഇരിക്കുന്നു? ഇവിടെ ഞാൻ അടുത്താണ് നമ്മൾ. ഇപ്പൊ 6 മാസം വരെയാവും. ഞാൻ പാങ്ങോട്ട് രാജ്മലാന്റെ കടയിലാണ് സ്വർണ്ണപ്പണിയാക്കി ഇരുന്നത്. ഇപ്പോഴാണ് ഞാൻ മതിയാക്കി വീടും ഒന്ന് ചെറുതായിട്ടൊക്കെ ശരിയാക്കി. അങ്ങനെയാണ് ഇതും കൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അപ്പൂപ്പ? സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. ഓ, അത് ശരി. അതിപ്പോ മതിയാക്കി എന്റെ മോയും എല്ലാം കൊണ്ട് കൊടുക്കും. അവൻ ഗൾഫിലാണ്. അപ്പൊ അപ്പൂപ്പന്റെ ഉപജീവന മാർഗത്തിനാണ് അപ്പൂപ്പ ഇത് വെച്ചിരിക്കുന്നത്. വയ്യ, ഇപ്പൊ സുഖമില്ല. 1000 രൂപ എണ്ണി കൊടുക്കണം. 30 ദിവസം ആകുമ്പോ 1000 രൂപ. ഇത് 5 പൈസയും കൊടുക്കണ്ട. ഇത് കൊണ്ടുവന്ന് വിറ്റ് സാധനം കൊണ്ടുവന്ന് പണക്കി വെച്ചാൽ കൂടെ സ്ഥലമില്ല. എന്നാൽ തന്നെയും കിട്ടുന്ന കാര്യം 10,000 രൂപ കിട്ടും. അപ്പൂപ്പ ഈ കട അപ്പൂപ്പൻ എങ്ങനെ കിട്ടിയ കട? ഇല്ലെങ്കിലേ 10,000 രൂപ കിട്ടും. ആർക്കും കൊടുക്കണ്ട. പിന്നെ പോയി സാധനം മേടിക്കാം. 10,200 രൂപ നമുക്ക് ലാഭം കിട്ടും. അപ്പൂപ്പ ഈ കട അപ്പൂപ്പ ഉണ്ടാക്കിയത് കട? നമ്മുടെ നാടിൻ്റെ അത് ശരി. ഒരു കുഴപ്പമില്ല. അവർ തന്നെ പറഞ്ഞ് സാധനത്തിലേക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് തരാം. ഞങ്ങൾ ഇതുപോലെ ഫ്ലാറ്റിൽ കൂടെ വലിയ കെട്ടി അയ്യോ റോഡാണ്. അപ്പോഴും ഇപ്പോഴും വണ്ടിയും ട്രാൻസ്പോർട്ടോ വരികയാണ്. അപ്പൂപ്പൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കണ്ണാടികളുണ്ട്, അതുപോലെ പിന്നെ
ചെവിക്കായ എടുക്കുന്നത്, സൂചി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങി ഈ അപ്പൂപ്പൻ്റെ ഇതൊക്കെ വാങ്ങിക്കണമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. കാരണം അപ്പൂപ്പൻ്റെ ഉപജീവനമാർഗം ഇതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഇത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, ഇത് പാലോടാണ് സ്ഥലം. നമ്മുടെ നെടുമങ്ങാട് നിന്ന് പാലോട്ടോട്ട് വരുമ്പോഴത്തേക്ക് പാലോട് എത്തുന്ന മുമ്പായിട്ടാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഈ റോഡിൻ്റെ ഒരു വലത് സൈഡിലായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വരുമ്പോഴത്തേക്ക് ഈ കടയിലൊക്കെ ഇറങ്ങുക. രണ്ട് കടല